ഹലോ ഗൈസ്, ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഷിബിൻ ചേട്ടനും ഭയങ്കര എക്സൈറ്റഡും സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. അത് എന്താണെന്നുള്ളത് അത് സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മളത് യൂട്യൂബിൽ കൂടെ തന്നെ പറയാം. അപ്പൊ ഇന്ന് അങ്ങനെ ഭയങ്കര ഒരു ഹസിലായിട്ടുള്ളൊരു ഡേ ആയിരുന്നു ശരിക്കും. ഇപ്പൊ നമ്മുടെ അങ്ങനെ എല്ലാ ബിസിയും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഇവന്റ് വരുന്നുണ്ട്. അത് വ്ളോഗിലൂടെ ഞാൻ അറിയിക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പുറത്ത് പോകാൻ നിൽക്കാം കേട്ടോ. അപ്പൊ അവിടെ വെച്ചിട്ട് കാണാം. സമ്മറായിട്ട് ഇപ്പൊ ഭയങ്കര വെയിലാണ്. നമ്മള് റോഡിലൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് വല്ലോടത്തേക്കും പോകാനായിട്ട് കേറുമ്പോ അതിന്റെ ഉള്ളിൽ കേറുമ്പോ പുഴുകിയിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് ഇപ്പോഴും ഭയങ്കര ചൂടാ. സ്വെറ്റ് അങ്ങനെ ആവണില്ല, എന്നാലും ചൂട് രക്ഷയില്ല. ഭയങ്കര ഹൈപ്പിലാണ് ഇപ്പൊ ടെമ്പറേച്ചർ നിക്കണേ. നമ്മളിവിടെ ഒരു പീകോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഞാനിത് കുറച്ചാൾ മുന്നേ പോയപ്പോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നല്ലെങ്കിൽ പ്രൈമാർക്ക് അല്ലെങ്കിൽ പീകോക്കിന് ഏതെങ്കിലും കോസ്റ്റ്യൂം ചൂസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇപ്പൊ പോണേ. ഇതാണ് പീകോക്ക്. പാർക്കിങ് നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്തിട്ട് വേണം കേട്ടോ വരാനായിട്ട്. ഭയങ്കര വെയിലാ, കണ്ടോ? അങ്ങനെ ഫൈനലി നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടോ. ഇവിടെ കാർ പാർക്കിംഗ് ഭയങ്കര സീനാണ്. കാരണം ഒന്നല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രീ പാർക്കിംഗ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഷിബിൻ ചേട്ടൻ ഇപ്പോഴും ഫ്രണ്ടിലായിട്ടോ നടക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച് നടക്കാറുള്ള ആൾക്കാരാണ്. ആൾക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഷിബിൻ ചേട്ടൻ ഫാസ്റ്റിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വെച്ച് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ അത്ര വേഗത്തിൽ നടക്കുന്ന ആളല്ല. ഞാൻ ഈ ചുറ്റുപാടൊക്കെ നോക്കി അപ്പുറത്തൊക്കെ നോക്കി കറങ്ങി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പതുക്കെ നടക്കുള്ളൂ. ഇവിടെ UK ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഭയങ്കര ചൂടാണ്. ഹീറ്റ് വേവ് വാർണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്ക് വെയിലത്ത് ഇറങ്ങുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെ നമ്മളിതേ പീകോക്കിലെത്തി. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫ്രോക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലത്തെ മോഡൽ ഞാൻ നാട്ടിലുള്ളപ്പോഴും ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് തന്നെയാണ് കൂടുതൽ ഇടാറുള്ളത്. പക്ഷെ എനിക്ക് ഇവിടുന്ന് സാധാരണ ഞാൻ മുന്നേ കണ്ടിരുന്ന കളക്ഷൻസ് ഒന്നും ഞാൻ ഇന്ന് കണ്ടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ നേരെ പ്രൈമാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പ്രൈമാർക്കിൽ എത്തിയപ്പോഴും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ ലാസ്റ്റ് കാസ്കേഡിൻ്റെ ഉള്ളിലത്തെ വേറൊരു ഷോപ്പിൽ നിന്ന് 1-2 ഫ്രോക്കൊക്കെ കണ്ടുവച്ചു. പക്ഷേ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് നാളെ എടുക്കാൻ വരാമെന്ന് വിചാരിച്ചു. കണ്ടോ ഇവിടെ ഇപ്പം 5:30 ആയിട്ടുള്ളൂ ടൈം. പക്ഷേ എല്ലാം ക്ലോസ് ചെയ്തു. ഷോപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തു. നമുക്ക് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങോട്ട് കുറേ ടൈമിൽ അങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പം ക്ലോസ് ചെയ്യേണ്ട ടൈമായി. അപ്പം എന്തായാലും ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ 2-3 ഡ്രസ്സ് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം അതന്നെ വന്നിട്ടൊന്ന് എടുത്തിട്ട് ബില്ല് പേ ചെയ്യണം. നല്ല വിശപ്പുണ്ട്. കുറേ നേരമായി നമ്മൾ ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിന്. അപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, സാം. അവിടെ നിന്ന് കഴിക്കും. അല്ലെങ്കിൽ KFCയിൽ എന്തൊരു ഓഫർ ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. നല്ല വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പം മുഖത്ത് ചിരിയൊക്കെ ഉണ്ടല്ലോ. ആ KFC കഴിച്ചുകൊണ്ട് മാത്രമുള്ള ചിരിയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഒരു സ്പെഷ്യൽ വ്ളോഗ് കൂടി വരാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.